മഴത്തോരു മുംബൈയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീനയും മനുവും കണ്ടുമുട്ടി യാത്ര പറഞ്ഞ് തിരിച്ചതിന് ശേഷം മനു വീട്ടിലെത്തി അലീന പറഞ്ഞ കാര്യം അച്ഛനോട് പറയാനായി തയ്യാറാവുകയാണ്. മനു തിരിച്ചെത്തിയ അന്ന് രാത്രി അച്ഛൻ രാത്രികളത്തെ ഭക്ഷണമെല്ലാം കഴിച്ച് പുറത്ത് വിശ്രമിക്കാനായി ഇരിക്കുന്ന സമയത്ത് മനു അരികത്തായി ചെല്ലുന്നുണ്ട്. അച്ഛാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ, എന്താ കാര്യം? ഇന്ന് അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അലീന വിളിച്ചിരുന്നു. അതെയോ? അതിനിപ്പോൾ പ്രത്യേകിച്ച് എന്താ, നിങ്ങൾ തമ്മിൽ അങ്ങനെ ഇടയ്ക്ക് കാണുന്നതൊക്കെയല്ലേ. അതല്ല അച്ഛാ, അലീനയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചു വരുത്തിയത്. അവൾക്ക് അങ്ങനെ ഒരു പതിവൊന്നും ഇല്ലാത്തതാണ്. പിന്നെ എന്താണാവോ എന്ന് കരുതി ഞാൻ ചെന്നപ്പോഴാണ് കാര്യങ്ങൾ വിശദമായി പറയുന്നത്. എന്താ കാര്യം? മനുവിനോട് അവൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമല്ല അച്ഛാ, നമ്മുടെ രോഹിത് ഉണ്ടല്ലോ, രോഹിത്തിന് ഹരിയെയും കൂട്ടുകാരെയും ജയിലിൽ പോയൊന്ന് കാണണമെന്ന്. അതിന് നമ്മുടെ സമ്മതം ചോദിക്കാനാണ് അവൾ വിളിച്ചത്. അതിനെന്തിനാടാ നമ്മുടെ സമ്മതം ചോദിക്കുന്നത്? അവന് അങ്ങനെ അവരെ പോയി കാണണമെങ്കിൽ ബാലചന്ദ്രനോട് പറഞ്ഞ് അപ്പോയിൻമെൻ്റ് എടുത്താൽ പോരെ? അതിന് പിന്നെ നമ്മുടെ സമ്മതം എന്തെങ്കിലും വേണോ? അത് ഞാൻ അവളോട് ചോദിച്ചതാണ് അച്ഛാ. അപ്പോൾ അവൾ പറയുകയാണ്, അവർ രോഹിത്തിനെ ഈ കേസിൽ നിന്നും ഊരിക്കൊണ്ടു പോകുന്നതിൻ്റെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇനി നമ്മൾ അവനെ കാണാൻ ചെല്ലുന്നതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന്. ഓ അങ്ങനെ. അവൾ പിന്നെ കാട് കയറി ഓരോന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണല്ലോ. അപ്പോൾ പിന്നെ അവളെ കുറ്റം പറയാൻ പറ്റില്ല. എങ്കിലും അവൾ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, നമുക്കിഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നതിലല്ല കാര്യം. ഇവൻ ചെല്ലുമ്പോൾ ഹരിയുടെയും മറ്റുള്ളവരുടെയും അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറത്തേക്കാണ്. പിന്നെ ഇപ്പോൾ എന്താ രോഹിത്തിനെ അവരെയൊക്കെ കാണണമെന്നൊക്കെ പറയാൻ കാരണം? അത് അവന് വല്ലാത്തൊരു കുറ്റബോധം എന്ന്. എല്ലാത്തിനും ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടുനിന്നതാണല്ലോ. അപ്പോൾ ഇവൻ ആ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ലെന്നുള്ള വ്യാജേനയാണല്ലോ തിരിച്ച് ഇവനെ നമ്മൾ കേസിൽ നിന്നും ഊരിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ അമ്മ പറയുന്ന പോലെ ഞാൻ കുറ്റം പറയുകയാണെന്ന് നിനക്ക് തോന്നരുത്. ഇതിനൊക്കെ എല്ലാവരും കൂടി കൂട്ടു നിന്നിട്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ അവന് ഇതെല്ലാം കൂടിയും കണ്ടപ്പോൾ ഉണ്ടായ പേടി കൊണ്ട് മാത്രമാണ് അവൻ ഇതിൽ നിന്നെല്ലാം പിന്മാറിയത്. അതുകൊണ്ട് അവൻ രക്ഷപ്പെടുകയും ചെയ്തു. ഇവിടെയുള്ളവന് പേടിയൊട്ടില്ല താനും. അതുകൊണ്ട് അവനെല്ലാം കൂടിയും കാട്ടിക്കൂട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ അവൻ ആ പെൺകുട്ടിയെ പൂർണ്ണമായും ചതിക്കുക തന്നെ ആയിരുന്നല്ലോ. അപ്പം എല്ലാത്തിനെയും കൂടി ശിക്ഷ അനുഭവിച്ച് തന്നെ തീർക്കട്ടെ. എന്നാൽ ഇതെല്ലാം ഒളിച്ചു നിന്ന് കേട്ടിരുന്ന കമല പെട്ടെന്ന് ഹാളിലേക്ക് കുതിച്ചു കയറി വരികയാണ്. അവരോടായി പറയുന്നുണ്ട്, എൻ്റെ മകനെ കാണാൻ ഒരാളെയും ഞാൻ അനുവദിക്കുന്നില്ല. എന്തിനാണ് എൻ്റെ മകനെ കാണാൻ അവരെല്ലാവരും കൂടി ചെല്ലുന്നത്? അവൻ ചത്തോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നറിയാനോ? അതോ അവൻ്റെ ഈ അവസ്ഥ കണ്ട് സന്തോഷിക്കാനോ? അവനിപ്പോൾ സുഖിക്കല്ലേ. ബാംഗ്ലൂരിൽ അടിച്ചു പൊളിച്ചുള്ള ജീവിതം, പഠിക്കുകയാണെന്നുള്ളൊരു പേരും. എന്താ ഇപ്പോൾ അവിടെയും കാണും കുറേ പെണ്ണുങ്ങൾ അവന് നടക്കാനും കൂട്ടുകിടക്കാനും ഒക്കെ ആയിട്ട്. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന മനുവിന് വളരെയധികം ദേഷ്യം തോന്നുന്നുണ്ട്. മനു കമലയോടായി പറയുന്നുണ്ട്, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതൊന്നും സംഭവിക്കാത്തത്. നിങ്ങളുടെ ഈ നാവുണ്ടല്ലോ, എന്തും ആരോടും പറയാമെന്നുള്ള ഒരു ചിന്തയുള്ള ഈ നാവ്, അതാണ് ആദ്യം ശരിയാക്കേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ഒരമ്മയായിപ്പോയി, അല്ലെങ്കിൽ ഞാനിതിന് മറ്റൊരു ഭാഷയിൽ മറുപടി പറഞ്ഞു തന്നേനെ. ഇപ്പോഴും പറയുന്ന രീതികൾ കണ്ടില്ലേ, ചെയ്യുന്ന സ്വഭാവങ്ങൾ കണ്ടില്ലേ? മനു വല്ലാത്ത പുച്ഛഭാവത്തോടു കൂടി കമലയോട് സംസാരിക്കുകയാണ്. കമല അതേ ശബ്ദത്തിൽ തന്നെ പറയുന്നുണ്ട്, അതേടാ, നീ എന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ മകനെ കാണാൻ ഞാൻ ഒരാളെയും അനുവദിക്കുന്നില്ല. അതിനെന്താ നിനക്കിത്ര ഛേദം? അതിനെന്തിനാ നീ എന്നെ പുച്ഛിക്കുന്നത്? ഓ, എന്താ വർത്താനം! അച്ഛനതൊന്നും കേൾക്കുന്നില്ലേ? അച്ഛൻ അറിഞ്ഞില്ലേ? സെൻട്രൽ ജയിലിൻ്റെ ചാവി ഇപ്പോൾ അമ്മയുടെ കയ്യിലാണ്. ഇനി അവിടെ കിടക്കുന്നവരൊക്കെ ആരൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്നതേ അമ്മയാണ് പോലും. എന്താ
ഇതെല്ലാം കേട്ട് നിൽക്കുന്ന കമലയ്ക്ക് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. കമല വീണ്ടും പറയുന്നുണ്ട്, എടാ നിന്നോടൊക്കെ ഞാൻ അന്നേ പറഞ്ഞതല്ലേ, അവൾ ആ രോഹിത്തിനെ ഏർക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഹരിയുടെ കാര്യം കൂടി അവളോട് പറയാൻ നിങ്ങൾ ആരെങ്കിലും ചെയ്തോ? അമ്മയോട് അന്ന് മുതൽ ഞങ്ങൾ പറഞ്ഞതല്ലേ അവൾ ആർക്ക് വേണ്ടിയും ഒന്നും ചെയ്തിട്ടില്ലെന്ന്. അതെല്ലാം അവൻ്റെ ഭാഗ്യം കൊണ്ട് സംഭവിച്ചതാണ്. അല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ശരണ്യയ്ക്ക് കോടതി മുറിയിൽ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ കഴിയില്ലായിരുന്നു. അതെന്തുകൊണ്ടാണ് അമ്മ മനസ്സിലാക്കാത്തത്? എല്ലാം മനസ്സിലാക്കുന്നുണ്ടടാ, എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും മോനും കൂടിയും അനിയനെയും കൂട്ടി ഈ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങും. അവിടെ പോയി ഇവിടെ പോയി എൻ്റെ മോന് വേണ്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ കാണിക്കാൻ. എന്നിട്ട് നിങ്ങൾ എന്ത് കാണിക്കുന്നു എന്നാണ് ഈ പറയുന്നത്? നിങ്ങളാരും ഒന്നും ചെയ്യുന്നില്ല എൻ്റെ മകന് വേണ്ടിയിട്ട്. ഇത് കേട്ടിരിക്കുന്ന ശിവന് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. ശിവൻ കമലയോട് പറയുന്നുണ്ട്, മതി കമലെ, നിർത്ത്. മനു പറഞ്ഞ പോലെ ഈ ലൈസൻസ് ഇല്ലാത്ത നാവ് വെച്ച് നിൻ്റെ ഈ ആട്ടം മതിയാക്ക്. ഞങ്ങൾക്കറിയാം എന്ത് വേണമെന്നും ആരോടെങ്ങനെ സംസാരിക്കണമെന്നും. അല്ലെങ്കിൽ തന്നെ രോഹിത് പോയിട്ട് ഹരിയെ കാണുന്നതുകൊണ്ട് നിനക്കെന്താ ഇത്ര ഛേദം? അച്ഛനോടും മകനോടും പറഞ്ഞു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കമല ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോകുന്നുണ്ട്. കമലയ്ക്ക് ഒരേ നാലോചിച്ചിട്ട് ദേഷ്യവും സങ്കടവും സഹിക്കാൻ കഴിയുന്നില്ല. കമല റൂമിൽ ചെന്നിരുന്ന് ഇങ്ങനെ ആലോചിച്ചു കൂട്ടുകയാണ് തൻ്റെ മകൻ്റെ കാര്യങ്ങൾ. അപ്പോഴാണ് കമലയ്ക്ക് മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരുന്നത്. കമല ആലോചിക്കുകയായിരുന്നു, താനൊന്ന് നേരിട്ട് പോയി തൻ്റെ ഭാഗത്തുണ്ടായ തെറ്റുകളൊക്കെ ക്ഷമിക്കണമെന്നും മാപ്പാക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എൻ്റെ മകനെ രക്ഷിക്കാൻ എനിക്ക് എൻ്റെ കൂടെ നിൽക്കുമായിരിക്കും. എത്ര വന്നാലും അവൾ സങ്കടങ്ങൾ കണ്ടാൽ മനസ്സലിയുന്നവളാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ഒരമ്മ ചെന്ന് സംസാരിക്കുമ്പോൾ അവളുടെ മനസ്സെങ്ങാനും അലിഞ്ഞാലോ എന്നെല്ലാം കമലയ്ക്ക് തോന്നുന്നുണ്ട്. പിന്നത്തെ കമലയുടെ ചിന്ത എങ്ങനെ ഇവിടെ ആരോടും പറയാതെ അലീനയെ കാണാൻ പോകുമെന്നായിരുന്നു. തനിക്ക് അലീന ഇപ്പോൾ താമസിക്കുന്ന അലീനയുടെ വീടോ അലീന സ്റ്റാൻലി എന്ന ആ മനുഷ്യൻ്റെ വീടോ ഒന്നും തന്നെ കമലയ്ക്ക് അറിയില്ല. അലീന അവിടെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടുന്നുണ്ട് എങ്ങനെയാണ് ഒന്നവിടെ വരെ എത്തിപ്പെടുകയെന്ന്. പെട്ടെന്നാണ് കമലയുടെ മനസ്സിലേക്ക് മഞ്ജിമയുടെ മുഖം കടന്നു വരുന്നത്. തൻ്റെ മകളോട് പറഞ്ഞ് ബബിതയിൽ നിന്നും അഡ്രസ്സ് വാങ്ങിയെടുക്കാമെന്ന ധാരണ കമലയിലുണ്ടാവുകയാണ്. എന്നാൽ കമലയ്ക്കറിയാത്ത മറ്റൊരു കാര്യമുണ്ടല്ലോ, അലീനയും ബബിതയും എല്ലാം ഒന്നായെന്നുള്ളത്. അപ്പോൾ അതൊക്കെ അത്ര എളുപ്പമല്ലെന്ന് കമലയ്ക്ക് അറിയുന്നില്ല. കമല ഉടൻ തന്നെ ഫോൺ എടുത്ത് മഞ്ജിമയെ വിളിക്കുന്നുണ്ട്. മഞ്ജിമ കുറച്ച് നാളുകളായിട്ട് തൻ്റെ സഹോദരൻ്റെ വീട്ടിൽ തന്നെയാണല്ലോ താമസം. മഞ്ജിമ പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്യാണ്. മഞ്ജിമ അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ ഈ സമയത്ത്? അമ്മ എന്നെ രാവിലെ വിളിച്ചതാണല്ലോ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? മഞ്ജിമ ഉടനെ തന്നെ ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, മോളെ ഒരത്യാവശ്യ കാര്യം നിന്നെ കൊണ്ട് സാധിച്ചെടുക്കാനാണ് ഇപ്പം തന്നെ ഞാൻ വിളിച്ചത്. അതെനിക്ക് തോന്നി. എന്താ അമ്മേ കാര്യം പറയും? മോളെ വേറൊന്നുമല്ലടി, നമ്മുടെ ഹരി ഇതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ ജയിലിൽ തന്നെ കിടക്കുന്നു. അച്ഛനും ചേട്ടനും ചെറിയച്ഛനും ഒക്കെ കൂടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന് പറയുന്നതല്ലാതെ ഇവർ ചെയ്യുന്നതൊന്നും ഞാൻ കാണുന്നില്ല. ഇവർ രാവിലെയും വൈകുന്നേരവുമൊക്കെ ഓരോരുത്തരെ കാണാനെന്ന് പറഞ്ഞ് ഇവിടെ നിറങ്ങി പോകുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവർ ചെയ്യുന്നതൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മഞ്ജിമോടനെ തന്നെ കമലയോടായി പറയുന്നുണ്ട്, അമ്മേ ഇതൊക്കെ അമ്മയുടെ തെറ്റിദ്ധാരണകളാണ്. അവർ അമ്മനെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ആ വീട്ടിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണെന്നാണോ അമ്മ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല അമ്മേ, അതൊക്കെ അമ്മയുടെ തെറ്റിദ്ധാരണയാണ്. അമ്മ ആരെയും വിശ്വസിച്ചില്ലെങ്കിലും അച്ഛനെങ്കിലും വിശ്വസിച്ചൂടെ? അമ്മയെപ്പോലെ തന്നെ ഉത്തരവാദിത്തം ഹരിയേട്ടനോട് അച്ഛനും ഉണ്ടല്ലോ. എന്തുത്തരവാദിത്തം എന്നാണ് നീ പറയുന്നത്? ഇപ്പോൾ രോഹിത്തിനെ കണ്ടില്ലേ? രോഹിത്ത് ബാംഗ്ലൂരിൽ പോയി പുതിയൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തു. അവിടെ അടുത്ത് തന്നെയാണത്രേ ആ പെണ്ണിനെയും കൊണ്ടുപോയിട്ട് കോളേജിലാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇപ്പോൾ സുഖമായില്ലേ? അവരവരുടെ കാര്യങ്ങളൊക്കെ അവർ ഭംഗിയാക്കി നടത്തി. നമ്മൾ മാത്രമടി ഇപ്പോഴും ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നത്. അല്ല ഇതിനൊക്കെ ഇപ്പം എന്താണാവോ എൻ്റെ സഹായം വേണ്ടത് അമ്മയ്ക്ക്? എടി വേറൊന്നുമല്ല,
നീയും ബബിതയും കൃഷ്ണമോളും ഒക്കെ കോണ്ടാക്റ്റ് ഉള്ളതാണല്ലോ. എനിക്കൊന്ന് ആ അലീന എന്ന് പറയുന്നവളുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് ഒന്ന് മേടിച്ച് തരാമോ? അമ്മയ്ക്കോ? അതും അലീനയുടെ അഡ്രസ്സോ? അതെന്തിനാ? എടി, വേറൊന്നിനുമല്ല. ഞാനൊന്ന് പോയി നേരിട്ട് കണ്ട് അവളോട് എൻ്റെ അവസ്ഥ പറഞ്ഞൊന്ന് നോക്കിയാൽ അവൾ ചിലപ്പോൾ സഹായിച്ചാലോ എന്ന് കരുതിയിട്ടാണ്. ഓ എൻ്റെ അമ്മേ, ഇനി അമ്മ അലീനയുടെ മുമ്പിൽ സഹതാപം കാണിക്കാൻ പോവുകയാണോ? എടി, അവളെ കൊണ്ട് അതിന് നടക്കുമെങ്കിൽ അവളുടെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാണ്. എനിക്കിപ്പോൾ തൽക്കാലം എൻ്റെ മകൻ്റെ ജീവനാണ് വലുത്. അപ്പോൾ അവളോട് പഴയതൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തു പോവുകയോ പറഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആ വൈജയുടെ തലയിലിട്ട് കൊടുക്കും, അത്ര തന്നെ. അല്ലെങ്കിലും അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അമ്മ കൂടുതലൊന്നും പറയൊന്നും വേണ്ട. എനിക്കൊന്നും വയ്യ ഇനി ഇത്രയും കാലമില്ലാത്ത ഒരു സ്നേഹം കാണിച്ചുകൊണ്ട് അവരോട് ആ അലീനയുടെ അഡ്രസ്സൊക്കെ ചോദിക്കാൻ. അല്ലെങ്കിൽ തന്നെ അവർ ചോദിക്കത്തില്ലേ എന്തിനാണ് അഡ്രസ്സെന്നൊക്കെ? അതൊക്കെ ഞാൻ എന്താ അവരോട് പറയേണ്ടത്? എൻ്റെ അമ്മയ്ക്ക് കാല് പിടിക്കാൻ പോകാനാണെന്നും ഹരിയേട്ടനെ ഇറക്കാൻ വേണ്ടിയിട്ട് അലീനയുടെ കാല് പിടിക്കാനാണെന്നൊക്കെയോ? ഓ, അതിപ്പം നീ പറഞ്ഞില്ലെങ്കിലും അലീന അപ്പം തന്നെ വിളിച്ചിട്ട് ആ കൃഷ്ണമോളെന്ന് പറയാനുള്ളോട് പറയും. എടി, നീയും കൂടി നമ്മുടെ ഹരിയുടെ കാര്യത്തിൽ ഉഴപ്പ് കാണിക്കല്ലേ. നീ ഒന്ന് സഹകരിക്കേ. ഓ ആയിക്കോട്ടെ അമ്മേ, ഇനി അത് പറഞ്ഞ് അമ്മ എൻ്റെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. ഞാൻ ബബിതേച്ചിയെ വിളിച്ച് അഡ്രസ്സ് ചോദിച്ചിട്ട് അമ്മയെ വിളിക്കാം. എടി, ഇപ്പം തന്നെ വിളിച്ച് ചോദിക്കണം. എനിക്ക് നാളത്തേക്കൊന്നും വെക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ ആ രോഹിത്തിന് ഹരിയെ കാണാൻ വേണ്ടി ജയിലിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് നിൽക്കുകയാണ് പോലും. ആ സമയത്ത് തന്നെ എനിക്ക് എൻ്റെ കാര്യം നടത്തിയെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഇപ്പം തന്നെ വിളിച്ച് ചോദിക്കാൻ. ശരി അമ്മേ, എനിക്ക് അമ്മ സമാധാനം തരില്ലെന്ന് എനിക്ക് ഉറപ്പല്ലേ. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ വിളിച്ച് ചോദിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജിമ കോൾ കട്ട് ചെയ്യുകയും ഉടനെ തന്നെ ബബിതയെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ബബിതയെ വിളിക്കുമ്പോൾ ബബിത, എന്താ മോളെ, കുറേ നാളായല്ലോ നീ വിളിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുന്നതിനിടയിൽ തന്നെ മഞ്ജിമ വിളിച്ച കാര്യം എന്താണെന്നുള്ളത് ബബിതയെ ധരിപ്പിക്കുകയാണ്. ബബിതയ്ക്ക് ആദ്യം അതിനോട് വല്ലാത്ത ദേഷ്യം തോന്നി. ബബിത തരില്ലെന്നൊക്കെ പറഞ്ഞു. എങ്കിലും ബബിത പിന്നെ ആലോചിച്ചപ്പോൾ ഇത് വേണ്ടത് തന്നെയാണ്. കമലാൻറ്റി അവിടെ പോവുകയും സ്റ്റാൻലി എന്ന് പറയുന്ന ചേച്ചിയുടെ പപ്പയുടെ വായിലിരിക്കുന്നത് കുറച്ചെന്തെങ്കിലും കേൾക്കുമ്പോൾ ആൻറ്റിക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു സമാധാനവും കൂടി നഷ്ടപ്പെട്ടോളൂ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വാട്സപ്പിൽ ചേച്ചിയുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് അയച്ചിടാമെന്ന്. അപ്പോൾ ചേച്ചി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മഞ്ജിമയ്ക്കും വല്ലാത്തൊരു സംശയം തോന്നുന്നുണ്ട്. എങ്കിലും മഞ്ജിമ ബബിതയോട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നൊന്നുമില്ല. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു സംഭാഷണത്തിന് ശേഷം ഉടനെ തന്നെ മഞ്ജിമ ബബിത അയച്ച അലീനയുടെ അഡ്രസ്സ് കമലയുടെ ഫോണിലേക്കും സെൻഡ് ചെയ്യുന്നുണ്ട്. കമല പിറ്റേ ദിവസം തന്നെ രാവിലെ ബബിതയെ കാണാനായി പോവാൻ തയ്യാറാവുകയാണ്. ഹരിയോടും ശിവനോടും ഏതോ അമ്പലത്തിലേക്ക് പോവുകയാണെന്നും വരാൻ വൈകുമെന്നും ഹരിക്ക് പ്രത്യേക പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് താൻ വീട്ടിലെ കാർ ഡ്രൈവറെ ഏർപ്പാട് ചെയ്തിട്ടാണ് കമല യാത്ര തിരിക്കുന്നത്. ഈ വിവരങ്ങളൊന്നും തന്നെ മനുവോ ബബിത ആരോടും തന്നെ ഇതൊന്നും പറയുന്നതുമില്ല. എന്തായാലും കമലാൻറ്റി പോയിട്ട് വന്നതിന് ശേഷം മനുവേട്ടനെയും അലീനേച്ചിയെയും വിളിച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് തന്നെ ബബിതയും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ബബിതയ്ക്ക് അറിയാമല്ലോ, ബബിതയോട് നേരിട്ട് കമല ചോദിച്ചിട്ടുമില്ല. എന്നാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ കമല അലീനയെ കാണാനായി പോകുമെന്ന് ബബിതയും ചിന്തിക്കുന്നില്ല. കമല തൻ്റെ കയ്യിലെ അഡ്രസ്സ് താൻ പോകുന്ന ഡ്രൈവറെ കയ്യിൽ കൊടുത്തത് പ്രകാരം ഡ്രൈവർ കറക്റ്റ് സ്റ്റാൻലിയുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കായി കാറ് കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. അതിൽ നിന്നും ഇറങ്ങുന്ന കമല അലീന ഇപ്പോൾ താമസിക്കുന്ന വീടും പരിസരവും ഒക്കെ കണ്ട് ആകെപ്പാടെ അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇത്ര വലിയ സെറ്റപ്പിലാണോ അവളുടെ താമസിക്കുന്നതെന്ന് കമല മനസ്സുകൊണ്ട് ആലോചിക്കുകയാണ്. ഓ, ഇവളുടെ പപ്പയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവിടെയുള്ള ആ മനുഷ്യൻ. ഇവള് ഇത്ര സെറ്റപ്പിലൊക്കെയാണോ ഇവളുടെ പപ്പയുടെ ജീവിതം? വല്ല വാടക വീടും ആയിരിക്കും.
എന്ന് സ്വയം സമാധാനിച്ചുകൊണ്ട് തന്നെ കമല അകത്തേക്ക് ചെല്ലുന്നുണ്ട്. കമല ചെന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ പതിവ് പോലെ തന്നെ ആ വീട്ടിലെ സെർവൻ്റാണ് ഡോറ് തുറക്കുന്നത്. അപ്പോൾ അവർ വന്ന് കമലയോട് ചോദിക്കുന്നുണ്ട്, ആരാ, എന്ത് വേണം എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇത് സ്റ്റാൻലി എന്ന് പറയുന്ന സാറിൻ്റെ വീടല്ലേ? അതെ, നിങ്ങളാരാ, മനസ്സിലായില്ല? ഞാൻ ഇവിടെ താമസിക്കുന്ന അലീന എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാനായിട്ട് വന്നതാണ്. ഓ, അലീന കുട്ടിയെ കാണാൻ വന്നതാണോ? ആ, അതെ അതെ അതെ. നിങ്ങളെന്നാൽ കയറിയിരിക്കൂ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സെർവൻ്റ് അകത്തേക്ക് പോകുന്നുണ്ട്. കിച്ചൺ ഡ്യൂട്ടിയിലായിരുന്ന അലീനയോടും ആൻസിയോടും സെർവൻ്റ് ചെന്ന് പറയുന്നുണ്ട്, പുറത്തൊരു സ്ത്രീ വന്നിട്ടുണ്ട്, അലീന കൊച്ചിനെ കാണണമെന്നാണ് അവർ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അലീനയും ആൻസിയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അതാരാ ഇപ്പോൾ അലീനയെ കാണാനായിട്ട് ഈ സമയത്ത്? മുൻപ് വന്നിട്ടുള്ളവരാരെങ്കിലും ആണോ? ഏയ് അല്ലല്ല, ഇത് പുതിയ താരമാണ് നാൻസി മാഡം. എനിക്കറിയില്ലല്ലോ, അലീന കൊച്ചിനെ മുമ്പ് കാണാൻ വന്നവരാരുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സെർവൻ്റ് അവരുടെ ജോലിയിൽ ഏർപ്പെടുകയാണ്. ആൻസിക്കും അലീനയ്ക്കും എത്ര ആലോചിച്ചിട്ടും ആരാണെന്ന് ഒട്ടും ചിന്തിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർ രണ്ടാളും കൂടി ഗസ്റ്റ് ഇരിക്കുന്ന റൂമിലേക്കായിട്ട് ചെല്ലുന്നുണ്ട്. ഗസ്റ്റിനെ കണ്ട് അലീന ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. അലീനയും ആൻസിയും നടന്നു വരുന്നത് കണ്ടപാടെ കമല അവിടെ നിന്നും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. കമലയ്ക്ക് അലീനയെ കണ്ടപ്പോൾ എന്ത് സംസാരിക്കണമെന്നറിയാതെ ആകെ കുഴഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ അലീന ആ ഭാവം ഒന്നും കാണിക്കുന്നില്ല. ഓ, മേഡായിരുന്നോ, എന്താ ഇവിടെ എന്നെല്ലാം അലീന തിരിച്ചു ചോദിക്കുകയാണ്. ഞാൻ ഇവിടേക്കായിട്ട് തന്നെ വന്നതാണ്, അലീനയെ കാണാനായിട്ട്. അതെയോ, എന്നെ കാണാനായിട്ട് തന്നെ വന്നതാണോ? എന്തായാലും ഇരിക്കേ, എന്തായിരുന്നു അത്യാവശ്യം എന്നെല്ലാം അലീന ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, എനിക്ക് അലീനയുടെ സഹായം വേണം, അലീനയ്ക്ക് മാത്രം ചെയ്തു തരാൻ കഴിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആൻസിയുടെ മുഖത്തേക്കും കമല നോക്കുകയാണ്. ആൻസി ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അലീനയോട് ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളെല്ലാം മറന്നുകൊണ്ട് തൻ്റെ മകനെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അലീനയുടെ മുമ്പിൽ നിൽക്കുന്നു. അലീനയുണ്ടോ ഇത് വല്ലതും വകവയ്ക്കാൻ പോകുന്നു? ആൻസിക്ക് അതെല്ലാം ആലോചിച്ച് ചിരി വന്നു. എൻ്റെ സഹായമോ, അതും മേഡത്തിനോ? അതെന്താ എനിക്ക് മേഡത്തിന് വേണ്ടി ചെയ്തു തരാൻ കഴിയുന്ന ആ സഹായം എന്ന് അലീന ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ കാര്യമെല്ലാം നിനക്ക് അറിയുന്നതല്ലേ. എൻ്റെ മകനെ ജയിലിൽ നിന്നിറക്കാൻ നിൻ്റെ സഹായം വേണം. എൻ്റെ സഹായമോ? ഞാനതിന് അവൻ്റെ പേരിൽ യാതൊരു കേസും കൊടുത്തിട്ടില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് കേസ് കൊടുക്കാനാണ് അവൻ്റെ പേരിൽ? അവൻ എന്നോട് ചെയ്ത ദ്രോഹം അറിഞ്ഞിട്ട് പോലും ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെയാണോ ഇപ്പോൾ? എനിക്കതിൻ്റെ ആവശ്യമില്ല മാഡം. അലീന, നീ എന്നെ പരിഹസിക്കരുത്. വേണമെങ്കിൽ നിൻ്റെ കാല് ഞാൻ പിടിക്കാം. എനിക്ക് യാതൊരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് നിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇങ്ങനെ വന്ന് നിന്ന് കാല് പിടിക്കേണ്ടി വരുന്നത്. അതെന്തിനാണ് മാഡം? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ കാല് പിടിക്കാൻ മാത്രം ഞാൻ നിങ്ങൾക്കോ നിങ്ങൾ എനിക്കോ ഒന്നും തന്നെ ഇപ്പോൾ ചെയ്യുന്നില്ല. പിന്നെ എന്താണ്? അലീന, നീ കഴിഞ്ഞ ദിവസം നിൻ്റെ ഒരാവശ്യം പറഞ്ഞ് മനുവിനെ നീ വിളിച്ചു വരുത്തിയില്ലേ? അതിന് ഞങ്ങൾക്ക് സമ്മതമാണ്. ഹരിയെ കണ്ട് അവനൊന്ന് സംസാരിച്ചാൽ അവൻ്റെ മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടുമെങ്കിൽ അത് ഞങ്ങൾക്ക് അത്രയും വലുത് തന്നെയാണ്. അതിന് ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്യാം. പക്ഷേ നീയും ഞങ്ങളോട് സഹകരിക്കണം. കമലയുടെ വാക്കുകൾ കേട്ടിട്ട് അലീനയ്ക്ക് ചിരിയാണ് വന്നത്. കാരണം അലീന തന്നെ പറയുന്നുണ്ട്, അല്ല മാഡം, എനിക്കിപ്പോൾ ഹരിയെ ഒന്ന് പോയിട്ട് രോഹിത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് മാഡത്തിൻ്റെയോ അല്ലെങ്കിൽ ശിവൻ എന്ന് പറയുന്ന മാഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെയോ സമ്മതം വേണമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഒരിക്കലുമല്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം, അതും മനുവേട്ടൻ്റെ അനിയൻ്റെ കാര്യമായതുകൊണ്ട് മാത്രം മനുവേട്ടനോട് ഒരു സമ്മതം ചോദിച്ചു, അത്ര മാത്രമേ അതിലുള്ളൂ. അല്ലാതെ എനിക്കത് ചെയ്യാൻ നിങ്ങളുടെ ആരെയും സമ്മതം വേണമെന്നില്ല. അലീനയുടെ പുച്ഛത്തോടു കൂടിയുള്ള മറുപടികളെല്ലാം കേട്ട് കമലയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും കമല അതൊന്നും വകവയ്ക്കുന്നില്ല. കാരണം
തനിക്കിപ്പോൾ താൻ ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടണം. അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ അവൾക്കുള്ള മറുപടി. അത് ഞാൻ കൊടുത്തോളാമെന്ന് കമല മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്. വീണ്ടും കമല തൻ്റെ ഏത് കാര്യം നടത്തിയെടുക്കാനും താൻ ഏതറ്റം വരെയും താഴുമെന്ന് തീരുമാനം എടുത്തിട്ടുള്ളതുപോലെ തന്നെ അലീനയുടെ മുമ്പിൽ കെഞ്ചിക്കൊണ്ട് പറയുകയാണ്, ഞാനൊരമ്മയാണ്. എത്ര കാലമായി എൻ്റെ മകൻ ഇങ്ങനെ ജയിലിൽ കിടക്കുമ്പോൾ ഞാനിങ്ങനെ പുറത്ത് സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും പറയാറുണ്ട്, ഏതൊരാളുടെയും സങ്കടങ്ങൾ നിനക്ക് പെട്ടെന്ന് മനസ്സിലാകുമെന്നും അവരെ സഹായിക്കാനുള്ളൊരു കഴിവ് നിനക്കുണ്ടെന്നും. അതിൻ്റെ ആ വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ നിന്നെ കാണാൻ വന്നത്. നീ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു മനസ്സ് ആ കുട്ടിക്കുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് ഞാൻ മുതലെടുക്കൊന്നുമല്ല. പക്ഷേ നീ അവളോടൊന്ന് പറയണം, എൻ്റെ ഹരിയുടെ ജീവിതം തകർക്കരുതെന്ന്. നിങ്ങളുടെ ഹരിയുടെ ജീവിതം തകർത്തത് നിങ്ങളും നിങ്ങളുടെ ഹരിയും തന്നെയാണ്. അവൻ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ തെറ്റല്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ട് നടന്നത് നിങ്ങളല്ലേ? എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ തെറ്റല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു നിങ്ങൾ ചെയ്തിരുന്നത്. അല്ലാതെ തെറ്റ് തിരുത്താനുള്ള ഒരു സമയം നിങ്ങൾ ആ കുട്ടിക്ക് കൊടുത്തിരുന്നോ? എന്നിട്ടിപ്പോൾ അവൻ്റെ ഭാവി തകർക്കരുതെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ തോന്നി എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ? നിങ്ങളോടെല്ലാവരോടും പലപ്പോഴായി ഞാൻ പറഞ്ഞതാണ്, ഞാൻ ആർക്ക് വേണ്ടിയും ശരണ്യയോട് കെഞ്ചി അപേക്ഷിച്ചിട്ടില്ലെന്ന്. ഞാൻ ഒരിക്കലും അത് ചെയ്യുകയുമില്ല. പിന്നെ അവൾക്ക് മനസ്താപം തോന്നിയിട്ടാണ് രോഹിത്ത് അവളെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആ കോടതി മുറിയിൽ വിളിച്ചു പറഞ്ഞത്. പിന്നെ നിങ്ങളൊരു ലോക വിഡ്ഢി തന്നെ. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. കാരണം ആര് വെറുതെ വിട്ടാലും ഒരിക്കലും ശരണ്യ നിങ്ങളുടെ മകനെ വെറുതെ വിടില്ല. കാരണം അവളുടെ ശരീരത്തിന് വേണ്ടി മാത്രം അവൻ അവളെ സ്നേഹിക്കുന്നു എന്ന് നടിച്ചത് 2 വർഷമാണ്. ഒന്നുമില്ലാത്തിടത്ത് നിന്ന് വരുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ അവൾ ആഗ്രഹിക്കുന്ന ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ അവൾ ആഗ്രഹിച്ച ഒരു വസ്ത്രമോ നൽകി അവളെ അത്രയും കാലം അവൻ കൂടെ കൊണ്ടു നടന്നത് അവൻ്റെ മാത്രം പെണ്ണാണെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് അവന് വേണ്ടിയിട്ട് അവൾ മാപ്പ് സാക്ഷി കൊടുക്കണോ? അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കഷ്ടം തന്നെ. എൻ്റെ മുമ്പിൽ എങ്ങനെയാണ് ഇത് പറഞ്ഞ് വന്ന് നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത്? ഇതെല്ലാം കേട്ട് നിൽക്കുന്ന കമലയ്ക്ക് മനസ്സുകൊണ്ട് അലീനയോട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അതെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് തന്നെ കമല വീണ്ടും പറയുകയാണ്, എനിക്കറിയാം അതെല്ലാം. ഞാനിപ്പോൾ അതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. എന്നോട് മനു എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ് അലീന. പക്ഷേ ഇനി അവനൊരു തെറ്റിലേക്കും ഞാൻ അവനെ നയിക്കില്ല. അവനെ എന്ത് പറഞ്ഞും ഒതുക്കി അവനെ നല്ല കുട്ടിയാക്കി ഞാൻ വളർത്തിക്കോളാം. അല്ലെങ്കിൽ തന്നെ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനെ അവൻ്റെ അച്ഛൻ ദുബായിക്ക് കൊണ്ടുപോകും. അവനെ അവിടെ പഠിപ്പിക്കുകയോ അവൻ്റെ ഹയർ സ്റ്റഡീസോ അല്ലെങ്കിൽ അച്ഛൻ്റെ ഒപ്പം ബിസിനസ്സിനോ എന്തെന്നാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ആയിരിക്കും. അപ്പോൾ ആരുടെ കൺവെട്ടത്തും അവൻ വരില്ലല്ലോ. പക്ഷേ ഇതിനെല്ലാം നടക്കണമെങ്കിൽ അവൻ ആദ്യം ഈ കേസിൽ നിന്നും ഊരിപ്പോരണം. അലീന, നീ ഒന്ന് സഹായിക്കണം. ഒന്നുകൂടി കമല അലീനയുടെ അടുത്തേക്കായി നടന്നു ചെന്നുകൊണ്ട് പതിയെ പറയുന്നുണ്ട്, അലീന, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഇനി ഒരാളും അറിയില്ല, ഞാനോ നീയോ അല്ലാതെ. എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടാനുള്ള കുറച്ച് സ്വത്തുണ്ട്. എൻ്റെ ആങ്ങളമാർ എനിക്കായിട്ട് നീക്കി വെച്ചിരിക്കുന്നത്. അത് ശരണ്യയ്ക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അത് ആരും അറിയില്ല, എൻ്റെ ആങ്ങളമാർ പോലും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവോ മനുവോ ഹരിയോ ആരും തന്നെ അറിയില്ല. എൻ്റെ ഹരിയെ ജയിലിൽ നിന്നും ഈ കേസിൽ നിന്നും ഒന്ന് ഊരിത്തന്നാൽ മാത്രം മതി. പിറ്റേ ദിവസം തന്നെ എന്ത് വേണമെങ്കിലും അവൾക്ക് ഞാൻ ചെയ്തോളാം. ഇതുകൂടി കേട്ടതോടെ അലീനയ്ക്ക് ആകെപ്പാടെ ദേഷ്യം വന്നു. അലീന അലറിക്കൊണ്ട് പറയുന്നത് പോലെ അലീന പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളൊരു സ്ത്രീയാണോ? നിങ്ങളൊരു അമ്മയാണോ? നിങ്ങളുടെ മകളായ മഞ്ജിമയ്ക്കാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ ആ വീട്ടുകാർ ആ പയ്യനോ കുറച്ച് പണമോ കുറച്ച് സ്വത്തോ സ്വർണമോ കൊണ്ടുവന്ന് തന്നാൽ തീരാവുന്നതായിരുന്നോ നിങ്ങളുടെയൊക്കെ വിഷമം?
നിങ്ങൾ എപ്പോഴെങ്കിലും അവളൊരു പെൺകുട്ടിയാണെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സ് മുഴുവൻ ചെതലരിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്മയുടെ ഭാഗം ഒരു തരി പോലുമില്ല ആ മനസ്സിൽ. നിങ്ങൾ ഒരിക്കൽ പോലും ഇനി എൻ്റെ മുമ്പിൽ കണ്ടുപോകരുത്, നിങ്ങളുടെ മകന് വേണ്ടി യാചിക്കാനായാലും എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവരുടെ മുഖത്തു നോക്കി ആട്ടിയിറക്കുന്നത് പോലെ പറഞ്ഞു. കമലയ്ക്ക് എന്ത് പറയണമെന്നറിയാതെ, അല്ലെങ്കിൽ അലീനയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കാതെ കമല അന്താളിച്ച് നിൽക്കുകയായിരുന്നു. ഉടനെ തന്നെ ആൻസി അടുത്ത് വന്ന് കമലയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു സ്ത്രീയാണ്, അമ്മയാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ മകൻ്റെ കാര്യം മാത്രമാണ്. നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ മകൻ സ്നേഹിച്ച് ചതിച്ച് അവൻ്റെ കൂട്ടുകാർക്ക് കൂടി വേണ്ടി കാഴ്ചവെച്ച ആ പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾ ഇന്ന് വന്ന് ആ പെൺകുട്ടിയുടെ മാനത്തിന് അലീനയുടെ മുമ്പിൽ വില പറയില്ലായിരുന്നു. അലീന ഒരാളുടെ മുഖത്ത് പോലും നോക്കി ഇങ്ങനെ ഷൗട്ട് ചെയ്ത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. നിങ്ങൾ ആരാണെന്നോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നോ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ മനുവിൻ്റെയും ഹരിയുടെയും അമ്മയാണെന്നൊക്കെ അറിയാം. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നൊന്നും എനിക്ക് വേറെ അറിയില്ല. നിങ്ങൾ ഇതിനിടയിൽ 1-2 വട്ടം അലീനയോട് പറയുന്നത് കേട്ടു, ഞാൻ ചെയ്തു പോയ ദ്രോഹങ്ങൾക്കെല്ലാം നീ എന്നോട് മാപ്പ് തരണമെന്നൊക്കെ. അത് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതുപോലും അത് ആത്മാർത്ഥമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം പറയുമ്പോഴും കമല തൻ്റെ തല കുമ്പിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. അലീന ഉടനെ തന്നെ വന്ന് പറയുന്നുണ്ട്, ഇനിയും ഇത് പറയാനാണെങ്കിൽ ഇവിടെ നിൽക്കണമെന്നില്ല മാഡം, നിങ്ങൾക്ക് പോകാം. ഒരിക്കൽ പോലും നിങ്ങൾക്കോ നിങ്ങളുടെ മകനെയോ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാവശ്യവും പറഞ്ഞ് എൻ്റെ മുമ്പിൽ ഒരിക്കലും വന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് നടന്നു പോവുകയാണ്. എല്ലാം കേട്ടുകൊണ്ട് ഒന്നും പറയാൻ കഴിയാതെ കമലയും ഇറങ്ങിപ്പോവുകയാണ്. മഴതോരും മുംബൈയുടെ മറ്റൊരു എപ്പിസോഡുമായി ഉടൻ തന്നെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. വീഡിയോസും ചാനലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. ശുഭരാത്രി.